ആ ഇന്ന് ചീറ്റ് ഡേ ആണോ? അതെ, ഇന്ന് നമുക്ക് നൂഡിൽസാ. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് കെയറിനെ കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ഒരാളോട് പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ പുതിയതായിട്ട് വരുന്നവർക്ക് സംശയമൊക്കെ കാണത്തില്ലേ. നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആക്കി ഇടുകയാണെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. കമ്പാരിസൺ ആണോ വേണ്ടത്? നാട്ടിലതും പിന്നെ ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയൊക്കെ. ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഫുള്ളി ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. നാട്ടിൽ അങ്ങനെയല്ല, ഗവൺമെൻറ് ഫണ്ടഡ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 95% ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. വിച്ച് മീൻസ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിലാണ് വരുന്നതെങ്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വരുമ്പോഴേ ഇവിടുത്തെ ഹെൽത്ത് കെയറിലേക്ക് എൻറോൾ ചെയ്യാം, വരുമ്പോഴേ ഹെൽത്ത് കാർഡ് എടുക്കാം. പെർമിറ്റിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായിരിക്കും അല്ലേ? അത് മാത്രമല്ല, പെർമിറ്റിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ജോബുമായിട്ടൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന പ്രൊവിൻസ് ഒണ്ടാരിയോ പ്രൊവിൻസിൽ OHIP എന്ന് പറയുന്ന കാർഡ് എടുക്കണം. OHIP അതാണ് ഇവിടുത്തെ ഹെൽത്തിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പ്. അതിനുശേഷം നമ്മളൊരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യനെ കണ്ടുപിടിക്കണം. അതായത് ഒരു ഫാമിലിക്ക് ഒരു ഫാമിലി ഡോക്ടറാണ്. ഒരു ഫാമിലിക്ക് ഒരു ഫാമിലി ഡോക്ടറെ കണ്ടുപിടിക്കണം. നേരത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫാമിലി ഡോക്ടറെ കിട്ടാനായിട്ട്. നമ്മുടെ നാട്ടിലെന്താ, നമുക്ക് ഓടിപ്പോയി ഏത് ഹോസ്പിറ്റലിൽ വേണേലും ഓടിച്ചെന്ന് ഏത് ഡോക്ടറെ വേണേലും കാണാം, സ്പെഷ്യലിസ്റ്റിനെ കാണാൻ. പക്ഷെ അത് ഒരു തരത്തിൽ നല്ലതാണ്, ഇവിടുത്തെ അപേക്ഷിച്ച് നല്ലതാണ്. കാരണം നമുക്ക് ഏത് എമർജൻസിക്കും ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയി ചെല്ലല്ലോ. അതെ, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഇവിടെ പക്ഷെ അത് പറ്റത്തില്ലല്ലോ. ഇവിടെ അത് പറ്റില്ല. ഇവിടെ നമ്മൾ ഈ ഫാമിലി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഫാമിലി ഡോക്ടർ തീരുമാനിക്കും സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും ഫാമിലി ഡോക്ടറെ കണ്ടതിന് ശേഷമേ തീരുമാനം മുന്നോട്ട് പോകത്തുള്ളൂ. അതെ, ഡോക്ടറെ എഴുതി തരണം, ഏത് ഡോക്ടറെ കാണണം, ഏത് അസുഖത്തിന് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാം ഡോക്ടർ പറയണം, ഡോക്ടർ പറഞ്ഞു തരണം. പിന്നെ ഇവിടെയുള്ള ആളുള്ളൊരു ഗുണം ഇൻഷുറൻസ്. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് 5 പൈസ മുടക്കണ്ട. ഇവിടെ അതൊരു നല്ല ഗുണമാണ്. നാട്ടിൽ നമ്മൾ എല്ലാത്തിനും ക്യാഷ് കൊടുക്കണമല്ലോ. നാട്ടിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും മിക്കവാറും ഉള്ളതിനൊക്കെ ഹോസ്പിറ്റലൈസേഷൻ വേണം. ഒരു ദിവസം. ഇവിടെ എല്ലാം ഔട്ട് പേഷ്യൻ്റ് എന്നുള്ള രീതിയിലല്ല ആണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോവില്ല. പിന്നെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു ചെറിയ മരുന്ന് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കണമെങ്കിൽ ഒരു 500 രൂപ, ഒരു 300 രൂപയാവുമെന്ന് കൂട്ടിക്കോ. ഇവിടെ അത് ചിലപ്പോൾ 1000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആവും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഒരു $30 ഒക്കെ ആവും. $2000 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാഫൊക്കെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മളിപ്പോൾ ഒരു എമർജൻസി ആയിട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും അതിൻ്റേതായിട്ടുള്ള വെയിറ്റിംഗ് ടൈം ഉണ്ടാവും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ ഇപ്പം ഒരു അപ്പോയിൻമെന്റ് എടുക്കണമെങ്കിൽ 6 മാസം 1 വർഷം വരെ ഹോസ്പിറ്റലിലേക്ക്, ഇങ്ങനെയല്ലേ? ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നമുക്കൊരു MRI സ്കാൻ എടുക്കണമെങ്കിൽ ചിലപ്പോൾ 5 മാസമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഡോക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോക്ടേഴ്സ് റെഫറൽ എഴുതിത്തരും. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ക്ലിനിക്കിലേക്ക് നമ്മുടെ ഇത് വിടും. നമ്മുടെ ഈ പേഷ്യൻ്റ് ഇൻഫർമേഷൻ വിട്ടിട്ട് അവിടെ നിന്ന് നമ്മളെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ തരുന്ന ഒരു ദിവസം നമ്മൾ പോയി സ്കാൻ ചെയ്യണം. ആ കേസിൽ ആകെപ്പാട് അഡ്വാൻറ്റേജ് കയ്യിൽ നിന്ന് പൈസ മുടക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓടിച്ചെന്ന് കയറാം. അപ്പോൾ അങ്ങനെയുള്ള പല പല വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പറയാം. ഞാൻ ചോദിക്കാം.